ഹലോ ഹായ്. അപ്പോൾ ബിഗ് ബോസിന്റെ മൂന്നാമത്തെ ദിവസത്തിലെ നാലാമത്തെ എപ്പിസോഡിന്റെ ഷോർട്ട് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ അനുവിന്റെ കുറച്ച് ട്രിഗറിങ് ആയിരുന്നു. മറ്റേ ശരത്തിനോട് നിങ്ങൾ അനീഷിന് കൂടുതൽ സ്ക്രീൻ സ്പേസ് കൊടുക്കുന്നുണ്ട്, അതുപോലെ അവരോടൊക്കെ വെറുതെ തട്ടിക്കയറാൻ പോയിട്ട് അവരെ സ്റ്റാർ ആക്കാനുള്ള ഒരു ശ്രമം നിങ്ങൾ നടത്തുന്നുണ്ട്, അങ്ങനെ ഒരു മണ്ടത്തരം ചെയ്യില്ലേ എന്നാണ് അനുവിന്റെ ഭാഗം. അനു പറഞ്ഞതിൽ ഒരു ചെറിയ പോയിന്റ് ഉണ്ടെങ്കിൽ പോലും അനുവിന് ചെറിയൊരു കുശുമ്പുണ്ട് മറ്റേ ഈ അനീഷിനോട്. കാരണം അനീഷ് സ്കോർ ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയമാണ്. പുറത്ത് എങ്ങനെയാണ് അനീഷ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ ചെറിയൊരു ധാരണ ഇങ്ങനെയാണ് അനുവിനുള്ളത്. ഇയാൾ കുറച്ച് സ്റ്റാർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, മുമ്പത്തെ സീസണുകളൊക്കെ വെച്ച് ഒരു രാജാവായി ആയിക്കൊണ്ടിരിക്കുകയാണോ എന്നൊരു സംശയം കൊണ്ടാണ് അനു അങ്ങനെ സംസാരിച്ചിട്ടുള്ളത്. അപ്പൊ ശരത്തിന് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ഒന്നും ഒരു എന്തെന്ന് പറയാ ഒരു ആരെയും സ്ക്രീൻ സ്പേസ് കൊടുക്കാനൊന്നും ഒന്നിനും അനുവദിക്കുന്നില്ല എന്നുള്ളത് ശരത്ത് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ മോർണിംഗ് ടാസ്ക് ആണ്. മോർണിംഗ് ടാസ്കിൽ നടന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ഒരു പേര് വിളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇഷ്ടമുള്ള പേര് വിളിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഫണ്ണായിട്ട് എടുക്കാം, അല്ലെങ്കിൽ കുറച്ച് ഒരു തഗ്ഗായിട്ട് അങ്ങനെ അങ്ങനെ എടുക്കാം. അതിൽ എനിക്ക് നന്നായിട്ട് യൂസ് ചെയ്തത് നമ്മുടെ ഒനിയൽ സാബുവാണ് തോന്നുന്നു. സെർലാക്ക് എന്ന് പറഞ്ഞത് ഭയങ്കര രസമായിട്ടുണ്ട്. നമ്മളെ റെന ഒനിയൽ സാബുവിനെതിരെ ഗെയിം കളിക്കുന്നുണ്ട്. അപ്പോൾ റെനക്ക് ഒനിൽ സാബുവിനെ കണക്ട് ചെയ്യാത്തത് കൊണ്ട് റെന എന്തോ ഒരു പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് എതിരായിട്ട് ഈ പാൽപ്പൊടി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ കലങ്ങി പോകില്ലേ, അപ്പോൾ അതുപോലെ കലങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മുടെ റെന. അതുകൊണ്ട് ഞാൻ സെർലാക്ക് എന്ന് വിളിക്കുന്നു പറഞ്ഞപ്പോൾ അത് നല്ലൊരു ക്യൂട്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ഇത് അത് നല്ലൊരു ശരിക്കൊരു തഗ്ഗായിട്ട് എനിക്ക് തോന്നി. ഏറ്റവും മോശമായിട്ട് തോന്നിയത് എനിക്ക് നമ്മുടെ ഈ അക്ബർ ഖാൻ ഉണ്ടല്ലോ. അക്ബർ ഖാന് ഗെയിം ഓക്കെയാണ്, എല്ലാം കൊണ്ടും ഓക്കെയാണ്. പക്ഷെ ആൾക്ക് ഒരാൾ ജഡ്ജ് ചെയ്യുന്നതിൽ ഭയങ്കരമായിട്ട് തെറ്റി പോകുന്നുണ്ട്. അതായത് പുറത്തെ ആൾക്കാരെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തിട്ടാണ് ആൾ കളിക്കുന്നത്. അതായത് ജനങ്ങള് ഇയാളെ എപ്പോഴും എന്തെന്ന് പറയാ ഹെയ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രേണുസുധീനെ എപ്പോഴും ഹെയ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല പൊങ്കാല ഇട്ട് കൊണ്ടേയിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു തോന്നലാണ് ഇപ്പോഴും നമ്മൾ അക്ബർ ഖാൻ ഉള്ളത്. പക്ഷെ അങ്ങനെയല്ല മൊത്തത്തിൽ നടക്കുന്നത് നിങ്ങൾക്കറിയാം. ബിഗ് ബോസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഹെയ്റ്റ് ഉള്ള ആൾക്കാർ ചിലപ്പോൾ നല്ല പോസിറ്റീവായിട്ട് മാറാറുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ടായിരുന്നു തോന്നുന്നത് അക്ബർ ഖാന് സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത്. അത് ഒരു സംസ്കാരമില്ലായ്മയുടെ ഒരു ഭാഗമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ എത്ര ശത്രുക്കളായാൽ പോലും അങ്ങനെ ഒരു പേരൊക്കെ അഭിസംബോധന ചെയ്യുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കൂലേ. അങ്ങനത്തെ ആലോചന ഒന്നും അക്ബർ ഖാൻ ഉണ്ടായിട്ടില്ല. ഞാൻ റിയൽ ആണെന്നുള്ളത് പറഞ്ഞുകൊണ്ട് കളിക്കുന്നെങ്കിൽ പോലും ഒരു ഒരു മിനിമം കോമൺ സെൻസ് എന്ന് പറഞ്ഞ സാധനം അത് യൂസ് ചെയ്യാമായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് അക്ബർ കുറച്ച് ഓവറാണെന്നുള്ളത്. അത് സത്യമാക്കുന്ന ചില കാര്യങ്ങളാണ് അക്ബറിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പിന്നീട് നടന്നിട്ടുള്ളത് നമ്മുടെ കോയിൻ ടാസ്ക് ആണ്. കോയിൻ ടാസ്കിൽ എനിക്ക് തോന്നുന്നു കോയിൻ ടാസ്കിൽ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അവസരം കിട്ടിയത് ഉപയോഗിച്ചത് നമ്മുടെ ഷാനവാസാണ്. ഷാനവാസിന് ഉപയോഗിക്കാൻ പറ്റിയൊരു കണ്ടന്റ് കിട്ടി. ഈ കോയിൻസ് എന്ന് പറയുന്ന ഇതിൽ ഈ ഗോൾഡൻ കോയിൻ നിലത്ത് വീണപ്പോൾ ഷാനവാസ് അത് എടുത്തു. അത് വേറെയുള്ള ഒരാഴ്ച ഹ്യൂമാനിറ്റി പരിഗണിച്ച് ചിലപ്പോൾ തിരിച്ചു കൊടുക്കുകയായിരിക്കാം, അല്ലെങ്കിൽ കള്ളൻ എന്നുള്ള പേര് കൊണ്ട് ചിലപ്പോൾ കൊടുത്തായിരിക്കാം. ഈ മുമ്പുള്ള സീസണിലും നമ്മൾ കുറെ പ്രേക്ഷകർ കള്ളൻ കള്ളൻ എന്ന് വിളിച്ചിട്ടുള്ള ഒരു പേടി പ്രേക്ഷകർക്ക് ഉണ്ടായിരുന്നു, കണ്ടസ്റ്റൻസിന് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അങ്ങനെയൊന്നുമില്ല. ഇതൊരു ഗെയിമാണെന്നുള്ളൊരു മാനസികാവസ്ഥ. ഇത് ഒരാഴ്ച കഴിഞ്ഞാൽ ഇതിന്റെ റിവാലുവേഷൻ വരുമെന്നുള്ളതും അവർക്ക് അറിയുന്നത് കൊണ്ട് അവർ കറക്റ്റായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പിടിക്കില്ല. പ്രത്യേകിച്ച് നിവിൻ പോലത്തെ ആളുകൾ. നിവിനൊക്കെ എന്ത് ഒരു എന്റർടൈൻമെന്റ് ആണെന്ന് അറിയോ. കാരണം നിവിൻ വന്ന സമയത്ത് ഇയാൾക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതിന് തെളിവായിട്ട് ഇന്നലെ കുറേ കാര്യങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ സംതിങ് ഹാപ്പൻ എന്ന് പറഞ്ഞ പോലെ ചില കാര്യങ്ങളിലൊക്കെ നിവിനെ കാണിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ പോലെ ബിഗ് ബോസിന്റെ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ നിവിന് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഒരു കള്ളത്തരം കാണിച്ചിട്ടാണെങ്കിൽ പോലും നിവിന്റെ ഭാഗത്തുനിന്ന് ഒരു ചെറിയൊരു കണ്ടന്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. തീരെ കണ്ടന്റ് ഇല്ലാത്തത് എനിക്ക് തോന്നുന്നത് നമ്മുടെ മുൻഷി രഞ്ജിത്ത് സാറിനാണ്, രഞ്ജിത്ത് ഏട്ടനാണ് തോന്നുന്നത്. ആൾക്ക് ആള് കുറച്ച് മായമായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഒനിയൽ സാബു ആണെങ്കിൽ പോലും അങ്ങനെയാണെങ്കിലും
ചില അഭിപ്രായങ്ങളൊക്കെ പറയുന്നത് സ്ട്രോങ് ആയിട്ട് പറയുന്നത് കൊണ്ട് ചില ഭാഗങ്ങളിലും നമ്മുടെ ഒനിൽ സാബുവിനെ ഇതിൽ കാണാൻ കഴിയുന്നുണ്ട്. അത്രക്ക് പോലും നമ്മുടെ രജിസ് ഭായിനെ കാണാനില്ല. പിന്നെ അക്ബർ അക്ബർ നല്ല ഓവർ കോൺഫിഡന്റ് ആയതുകൊണ്ടാണ് നമ്മളെ ആര്യനൊക്കെ സെലക്ട് ചെയ്തത്. ആര്യൻ കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് അതായത് അബദ്ധം കൊണ്ടുണ്ടായ മിസ്റ്റേക്കിൽ ആര്യന് വലിയ വില കൊടുക്കേണ്ടി മാനസികമായിട്ടും പിന്നെ ആൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ ഇത് ഫ്ലോപ്പ് ആയതിന്റെ പേരിൽ ബിഗ് ബോസ് കൺസ്ട്രക്ഷൻ റൂമിൽ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളിൽ ആരെങ്കിലും ഒരാള് ഡയറക്റ്റ് നോമിനേറ്റഡ് ആവും അടുത്ത ആഴ്ചക്ക് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആര്യന്റെ ബ്രില്യൻ്റ് കൊണ്ട് തോന്നുന്നു അക്ബറിനെ അടുത്ത നോമിനേഷൻ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊരു ബ്രില്യൻ്റ് ആണ്. അക്ബറിന് ഇപ്പോൾ മാനസികമായിട്ട് രേണു സുധിനെ പറഞ്ഞതിൽ കുറച്ച് വിഷമമുണ്ട്. പക്ഷെ രേണു സുധി അതൊരു ഗെയിമായിട്ട് എടുക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ ഉണ്ടാവുന്നൊരു ഈഗോയും കൂടിയുണ്ട്. അപ്പൊ അതുകൊണ്ട് മാപ്പ് പറയല് നടക്കൂല. തീർച്ചയായിട്ടും മോഹൻലാൽ വന്ന മാപ്പ് പറയിപ്പിക്കുന്നതായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോ ഇതൊരു നല്ലൊരു അവസരമാണ് രേണു നല്ലൊരു ഗെയിമർ ആണെച്ചെങ്കിൽ ഇതിനെ കുറച്ചും കൂടി ഉയർത്തിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നില്ല രേണു അങ്ങനെ മനസ്സിൽ വെച്ചിട്ടൊരു ഗെയിം പ്ലാൻ ചെയ്യുന്നുണ്ട് തോന്നുന്നില്ല. അവസരത്തിനനുസരിച്ച് ഗെയിം കളിക്കുന്ന ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഈ കട്ടൽ ടാസ്കില് ഷാനവാസ് പങ്കെടുക്കാത്തതും മറ്റുള്ളവര് ഈ കട്ടൽ ടാസ്കില് ആരെ എവിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ശ്രമം നടത്തുന്നുണ്ട്. അത് ആ വീട്ടിലെല്ലാവരും അങ്ങനെ തന്നെ ഒരുമിച്ച് തന്നെയാണ് കാര്യങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാക്സിമം ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാളെ എവിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പ്ലസ് ആയിരിക്കും. അതായത് നമ്മളവിടെ കളിക്കാനോ വന്നിട്ടില്ല, നമ്മൾ അവിടെ ഒരു ഇമോഷണൽ ബോണ്ടോ ഫ്രണ്ട്ഷിപ്പോ വെച്ച് പുലർത്താൻ വേണ്ടി വന്നതല്ല. അങ്ങനെ വെച്ചെങ്കിൽ നമുക്ക് പുറത്ത് ചെയ്താൽ മതി. ഇതൊരു ഗെയിമാണ്, ഇതിൽ എല്ലാവരും പുറത്താക്കണം എന്നുള്ള പൂർണ്ണ ബോധ്യത്തോട് കൂടിയിട്ടാണ് അവിടെ എല്ലാവരും വന്നിട്ടുള്ളത്. പിന്നെ ഈ അനുമോള് ഇടയ്ക്ക് വന്നിട്ട് മറ്റേ അപ്പാനി ശരത്തിനോട് പറയുന്നത് നിങ്ങളൊരു ഗ്രൂപ്പാണെന്നുള്ളത്, അത് അപ്പാനി ശരത്തിന് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇത് പ്രൊജക്റ്റ് ചെയ്ത് പോകുന്ന ഒരു വിഷയമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ പുറത്ത് ഒരു ഗ്രൂപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പാനി ശരത്ത് അതിലെ മെയിൻ ഞാനാണെന്നുള്ള ഒരു തോന്നൽ അയാൾക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അയാള് മാക്സിമം ഈ ഗ്രൂപ്പിൽ നിന്ന്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഒറ്റയ്ക്ക് എടുക്കുന്ന തീരുമാനങ്ങളും ഗ്രൂപ്പായിട്ട് എടുക്കുന്ന തീരുമാനങ്ങളും എനിക്ക് തോന്നുന്നില്ല അപ്പാനി ശരത്ത് ഒരു ഗ്രൂപ്പാണെന്ന് തോന്നുന്നില്ല. പക്ഷെ അപ്പാനി ശരത്ത് മാനിപ്പുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ആയിട്ട് പോകുന്ന അക്ബർ, അതുപോലെ തന്നെ ആര്യൻ, പിന്നെ അഭിലാഷ് ഉണ്ടോന്ന് സംശയമുണ്ട്. അങ്ങനെ കുറച്ച് ആളുകൾ ഇതിൽ കൂടി ജോയിൻ ആവുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഗ്രൂപ്പായി സെറ്റായി അവിടെ അവർ ഒരു ഗ്രൂപ്പായി സെറ്റാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ പുറത്തതൊരു ഗ്രൂപ്പായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഗ്രൂപ്പിസം ഫീൽ ചെയ്യാൻ പുറത്തെ പ്രേക്ഷകർക്ക് സാധ്യതയുണ്ട്. പക്ഷെ ഇതൊരു ഗ്രൂപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നീട് അക്ബറും ഷാനവാസും തമ്മിലുള്ള ചെറിയൊരു കോൺഫ്ലിക്റ്റ് ആണ്. അത് തമാശ രൂപേണ ആണെങ്കിൽ പോലും ഒരു കൗണ്ടർ ടിക്കി ടാക്ക ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ അതിൽ ഇന്ന ആൾ സ്കോർ ചെയ്തെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ എങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് ഈഗോ ഹേർട്ട് ചെയ്യാതെ, അല്ലെങ്കിൽ ഇങ്ങോട്ട് ഈഗോ ഹേർട്ട് ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊടുക്കൽ വാങ്ങൽ പരിപാടി നടന്നിട്ടുണ്ട്. അപ്പോൾ നാളെ ശൈത്യ പുറത്താവുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും അറിയില്ല. എങ്കിൽ പോലും നല്ല എന്റർടൈൻമെന്റ് ആയിട്ട് പോകുന്നുണ്ട് സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.